എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലമാണ് അവസാനം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും. അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇന്ന് നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ഫോർമുല അറിയാം, E=hν. അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് എനർജി ഓഫ് 1 mole of photons of radiation whose frequency is 5 × 10⁻14 Hz. ഒരു മോൾ ഫോട്ടോണിൻ്റെ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5 × 10⁻14 Hz. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, E=hν. അതാണ് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല E=h × ν. അതിൽ ന്യൂ തന്നിട്ടുണ്ട് 5 × 10⁻14. അപ്പോൾ തന്നേക്കുന്ന കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 5 × 10⁻14. ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് E=hν, ദാറ്റ് ഈസ് എനർജി ഓഫ് 1 ഫോട്ടോൺ. ഫോട്ടോൺ മീൻസ് ലൈറ്റ്. h എന്ന് പറയുന്നത് ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുമാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 6.626 × 10⁻34 നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 3.313 × 10⁻19 ജൂൾ എന്ന് വരും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോണിൻ്റെ എനർജി കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്ന്? കാൽക്കുലേറ്റ് എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ ഓഫ് റേഡിയേഷൻ. ഒരു മോൾ ഫോട്ടോണിൻ്റെ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിളാണ് എന്നുള്ളത്. 1 mole = അവോഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 6.022 × 10⁻23. ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 പാർട്ടിക്കിളിന് തുല്യമാണ്. അപ്പോൾ ഒരു മോൾ ഫോട്ടോണിൻ്റെ എനർജി നമ്മളിവിടെ കണ്ടുപിടിച്ചു 3.313 × 10⁻19. അപ്പോൾ ഒരു മോൾ ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഫോട്ടോണിൻ്റെ എനർജിയെ അവോഗാഡ്രോ നമ്പർ, അതായത് ഒരു മോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ = ഇവിടെ കിട്ടിയ ആൻസർ 3.313 × 10⁻19 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.99 × 10⁻5 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 199 ഇങ്ങനൊരു വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ 10ൻ്റെ പവർ കാണത്തില്ല. അപ്പോൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് നിങ്ങൾ എഴുതിയാൽ മതി. ഇത് പോയിൻ്റ് കൊടുത്ത് 10ൻ്റെ പവറും കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ് 1.99 × 10⁻5. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നിങ്ങൾ നോട്ടിൽ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. എ 100 watt bulb emits light of frequency 7.5 × 10⁻14 Hz. ഒരു 100 വാട്ട് ബൾബ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 7.5 × 10⁻14 Hz. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ ദി ബൾബ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സെക്കൻഡിൽ ആ ബൾബിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബൾബിൻ്റെ പവറിനെ അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര എണ്ണം ആണ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് ആ ബൾബിൻ്റെ പവറിനെ ആ ബൾബിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് പവർ = 100 വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 7.5 × 10⁻14 Hz.
അപ്പോൾ ഇത് രണ്ടുമുണ്ട്. നമുക്ക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയാം. E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുക. ഞാൻ ഇതിൽ ആൻസർ എഴുതിയിട്ടില്ല. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് എനർജി കിട്ടി. ആ 100 വാട്ട് ബൾബ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ബൾബിൻ്റെ പവർ ഇവിടെ തന്നിട്ടുണ്ട് 100 വാട്ട്. ഈ 100 വാട്ടിനെ ഇവിടെ കിട്ടുന്ന എനർജി അതിൻ്റെ ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനർജിയുടെ വാല്യൂ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ 100 കൊടുക്കുക പവർ ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ കിട്ടുന്ന എനർജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അതിൻ്റെ ആൻസർ അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അറ്റോമിക് സ്പെക്ട്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് പഠിച്ചു. അറേഞ്ച്മെൻറ്റ് ഓഫ് റേഡിയേഷൻ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി എന്താണ് അറ്റോമിക് സ്പെക്ട്രം? When electromagnetic radiation interacts with matter, atoms and molecules may absorb energy and reach to a higher energy unstable state. ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. UV റേസ്, അൾട്രാ വയലറ്റ്, ഗാമ റേസ്, എക്സ്റേ, ഇങ്ങനെയുള്ള കുറേ റേഡിയേഷൻ. അപ്പോൾ ഈ റേഡിയേഷൻ മാറ്റർ മീൻസ് matter is anything which has mass and occupies space. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് മാറ്റർ എന്ന് പറയാം. അപ്പോൾ മാറ്ററുമായിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് മേ അബ്സോർബ് എനർജി. അപ്പോൾ ഈ റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആറ്റമോ മോളിക്യൂളോ എനർജി അബ്സോർബ് ചെയ്യാം. അപ്പോൾ ആറ്റമോ മോളിക്യൂളോ, ഇപ്പോൾ ഒരു ആറ്റം എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ആ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുന്നു. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ഷനിൽ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അത് ഒന്നാമത്തെ ഷെൽ, അതായത് K ഷെല്ലിൽ കാണപ്പെടും. അപ്പോൾ ഇൻട്രാക്ഷനിൽ വരുമ്പോൾ ആ ഇലക്ട്രോൺ ആ ഷെല്ലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക്, അതായത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഷെല്ലിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കാം, ഹൈഡ്രജനിൽ 1, 2, 3 ഷെല്ലൊക്കെ ഉണ്ടോ എന്ന്. ഹൈഡ്രജനിൽ ഒരു ഷെല്ലേ ഉള്ളൂ. അതൊരു ഷെല്ലെന്ന് പറയുന്നത് തന്നെ ഒരു സാങ്കല്പികമായ പാതയാണ്, ഇമാജിനറി സർക്കുലർ പാത്ത്. അപ്പോൾ ആ ഇലക്ട്രോൺ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഫ്ബാ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഫില്ലാവുന്നത് എനർജി കൂടിക്കൂടി വരുന്ന ക്രമത്തിലാണ്. ആദ്യം കുറഞ്ഞ എനർജി വരുന്ന ലെവലിലായിരിക്കും ഫില്ലാവുന്നത്, പിന്നെയാണ് കൂടിക്കൂടി വരുന്നതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത് എനർജി കുറഞ്ഞ ഷെല്ലാണ്. അവിടെ ഇരിക്കുന്ന ആ ഇലക്ട്രോൺ എനർജി അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്കും ഹയർ എനർജി ലെവലിലേക്ക്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഷെല്ലിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാം. അവിടെ അത് അൺസ്റ്റേബിൾ ആണ്. അതിന് കൂടുതൽ സമയം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ദേ എമിറ്റ് റേഡിയേഷൻ ഇൻ ദി ഫോം ഓഫ് സ്പെക്ട്രം. അപ്പോൾ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട്, പലതരത്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇതിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു ഇൻ ദി ഫോം ഓഫ് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റേഡിയേഷൻ. സച്ച് എ സ്പെക്ട്രം ഈസ് കാൾഡ് അറ്റോമിക് സ്പെക്ട്രം. ഇതിനെയാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റമോ മോളിക്യൂളോ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ
അത് ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു. അവിടെ അത് അൺസ്റ്റേബിൾ ആണ്, അതിന് സ്ഥിരതയില്ല. അപ്പോൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് അത് പലതരത്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് തിരികെ വരും. അപ്പോൾ കുറേ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അതിൻ്റെ സീരീസിനെയാണ് സ്പെക്ട്രം, അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. The spectrum of radiation emitted by a substance that has absorbed energy is called an emission spectrum. ഇതിനെ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. അതായത് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് എനർജി. അതായത് ഒരു ആറ്റം അതിന് അബ്സോർബ്ഡ് എനർജിയാണുള്ളതെങ്കിൽ അത് എമിഷൻ സ്പെക്ട്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതൊരു എനർജി അബ്സോർബ് ചെയ്തു. ഒരു എനർജി അബ്സോർബ് ചെയ്തപ്പോൾ അത് ഹയർ എനർജി ലെവലിലേക്ക് പോയി. അവിടെ അതിന് സ്ഥിരതയില്ലാത്തത് കാരണം അത് റേഡിയേഷൻ തിരിച്ച് എമിറ്റ് ചെയ്തുകൊണ്ടാണ് പഴയ അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിന് എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. എമിഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അതിനൊരു അബ്സോർബ്ഡ് എനർജി ഉള്ളത് കൊണ്ടാണ്. ആ ഇലക്ട്രോണിന് എനർജി ലഭിക്കുമ്പോൾ അത് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. എന്നിട്ടത് ആ കിട്ടിയ എനർജി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയറായി എന്ന് തോന്നുന്നു. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ആറ്റമോ മോളിക്യൂളോ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യും. അവിടെ അതിന് സ്ഥിരത ഇല്ലാത്തത് കാരണം ഈ അബ്സോർബ് ചെയ്ത എനർജിയെ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ കളയുന്നത് റേഡിയേഷൻ്റെ രൂപത്തിലായിരിക്കും. അങ്ങനെ റേഡിയേഷൻ്റെ രൂപത്തിൽ എമിറ്റ് ചെയ്തുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന സീരീസ് ഓഫ് റേഡിയേഷൻ അതിനെയാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. നമ്മൾ റൂദർഫോർഡിൻ്റെ ഡീമെരിറ്റ്സ് പഠിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തത്, ഹി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദി ന്യൂക്ലിയസ്. മൂന്നാമത്തത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. നമ്മൾ പറഞ്ഞതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ച് പിന്നീട് പഠിക്കാമെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് നോക്കാം. When an electric discharge is passed through gaseous hydrogen. നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് പഠിച്ചത് ഓർമ്മയുണ്ടാകും. ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്തപ്പോൾ ഒരു ഗ്രീനിഷ് ലൈറ്റ് കണ്ടു, ആ കാര്യങ്ങൾ. അതുപോലെ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തിട്ട് ഇതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ത്രൂ ഗ്യാഷ്യസ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദി ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ആൻഡ് ദി എനർജറ്റിക്കലി എക്സൈറ്റഡ് ഹൈഡ്രജൻ ആറ്റം produced emit electromagnetic radiation of discrete frequency. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡൈ അറ്റോമിക് മോളിക്യൂളാണ്, H2. ഈ H2 എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുന്നു, അയോൺസ് ആയിട്ടത് മാറുന്നു. ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ഒരു എനർജി കിട്ടുകയാണ്, അഡീഷണലായിട്ട് എനർജി കിട്ടുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇരിക്കുകയാണ്, അതിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് അഡീഷണലായിട്ടൊരു എനർജി കിട്ടി. അപ്പോൾ അത് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഈ അബ്സോർബ് ചെയ്ത എനർജിയെ കളയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി. അത് ഒരു ടൈപ്പിലുള്ളതല്ല, പല ടൈപ്പിലുള്ള പല ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊരു ഒരു എക്സ്പ്ലനേഷൻ നൽകിയത് റിഡ്ബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. റിഡ്ബർഗ് ഇക്വേഷൻ എന്നാണ് അതിനെ പറയുന്നത്. റിഡ്ബർഗ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് വേവ് നമ്പർ ഈക്വൽ ടു 109,677. ഈ വാല്യൂവിനെ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്.
RH എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ R സഫിക്സ് H. റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് ഫോർ ഹൈഡ്രജൻ RH. അതിൻ്റെ വാല്യൂ ആണ് 109,677 ഇൻറ്റു 1/N1² മൈനസ് 1/N2². ഇത് 1/N1² എന്നാണ് എഴുതിയിരിക്കുന്നത്. 1/N1² മൈനസ് 1/N2². ഈ N1 N2 എന്ന് പറയുന്നത് ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. N1 എന്ന് പറയുന്നത് 1 2 അങ്ങനെ ആവാം. N2 എന്ന് പറയുന്നത് 3 4 അങ്ങനെ വരും. N1 എന്ന് പറയുന്നത് ലോവർ എനർജി ഷെല്ലായിരിക്കും. N2 എന്ന് പറയുന്നത് ഹയർ എനർജി ഷെല്ലായിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിലൂടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസ് ചെയ്യുമ്പോൾ അത് പലതരത്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ റേഡിയേഷനും ഓരോ പേരുണ്ട്. ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചത് കാരണം അതിന് അവരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ദി ഹൈഡ്രജൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് സെവറൽ സീരീസ് ഓഫ് ലൈൻസ് നെയിംഡ് ആഫ്റ്റർ ദെയർ ഡിസ്കവേഴ്സ്. കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരിൽ ആണ് ആ ഓരോ സീരീസും അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫിഗർ നോക്കുക. ഇതിൽ കുറേ റേഡിയേഷനെ കാണാം. അതിലാദ്യത്തത് ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ്. ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഫസ്റ്റ് ഷെൽ ടു എനി അതർ ഷെൽ, അതിനെയാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ അത് ഹയർ എനർജി ലെവലിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നു. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ആ കിട്ടിയ എനർജിയെ റേഡിയേഷൻ്റെ രൂപത്തിൽ എമിറ്റ് ചെയ്തുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷനെയാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ഷെല്ലിലേക്ക് ഉള്ള ട്രാൻസിഷനാണ് ലൈമാൻ സീരീസ്. ഈ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റേസിന് ഈക്വൽ ആയിട്ടുള്ള റേഡിയേഷനാണ് ലൈമാൻ സീരീസ്. അപ്പോൾ N1 = 1 2 3 4 6 7 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ N = 1 2 3 എന്ന് പറയുന്ന ഓരോ എനർജി ലെവലാണ്. ഇപ്പോൾ നിങ്ങൾ ഷെൽ എന്ന് തൽക്കാലത്തേക്ക് പഠിക്കുക. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ രണ്ടാമത്തെയും ഷെല്ല് തമ്മിൽ ഉള്ള ഗ്യാപ്പും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷെല്ല് തമ്മിലുള്ള ഗ്യാപ്പും ഒക്കെ വ്യത്യാസമായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സ്ഥലം തികയാത്തതുകൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതല്ല. N1 N2 തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. എന്നാൽ ആ എനർജി ഗ്യാപ്പ് മുകളിലോട്ട് പോകുമ്പോൾ ഇല്ല. N = 6 N = 7, അതായത് ആറാമത്തെ ഷെല്ലും ഏഴാമത്തെ ഷെല്ലും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ വരച്ചു പോയപ്പോൾ സ്ഥലം തികയാത്തതുകൊണ്ട് ചെറുതാക്കി വരച്ചതല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ നോട്ടിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. N1 N2 തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലായിരിക്കണം. അതിനേക്കാൾ കുറച്ചുകൂടെ കുറവായിരിക്കും 2 3 തമ്മിലുള്ള ഷെല്ലിൻ്റെ ഗ്യാപ്പ്. അതിനേക്കാൾ കുറച്ചുകൂടെ കുറവായിരിക്കും മൂന്നാമത്തെയും നാലാമത്തെയും ഷെല്ലുകൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിലുള്ള ട്രാൻസിഷൻ, ഒന്നാമത്തെ ഷെല്ലിലേക്കുള്ള ട്രാൻസിഷനെയാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈമാൻ സീരീസിലാണെങ്കിൽ N1 എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. N1 അതായത് ആദ്യം ഇരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലിലായിരിക്കും. N2 എന്ന് പറയുന്നത് 2 3 4 5 അങ്ങനെ 6 7 വരെ അങ്ങനെ പോകാം. ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ലൈമാൻ സീരീസ്. അപ്പോൾ കുറേ റേഡിയേഷൻ, ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്ത് കുറേ റേഡിയേഷൻ ഉണ്ട്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനകത്ത് ഗാമ റേസ്, എക്സ്റേ ഇങ്ങനെ കുറേ ഉള്ളതുപോലെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്ത് കുറേ റേഡിയേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റേഡിയേഷനാണ് ലൈമാൻ സീരീസ് എന്നറിയപ്പെടുന്നത്. ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേസിന് ഈക്വലാണ്. ഇനി രണ്ടാമത്തെ റേഡിയേഷൻ എന്ന് പറയുന്നത് ബാൾമർ സീരീസ്. ലൈമാൻ സീരീസ് ഒന്നാമത്തത്, രണ്ടാമത്തത് ബാൾമർ സീരീസ്. പേര് ബാൾമർ എന്നാണ്.
സ്പെല്ലിംഗ് തെറ്റരുത്, പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഉള്ളവർ ബാർബർ സീരീസ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ബാർബർ സീരീസ് അല്ല, ബാൾമർ സീരീസാണ്. ബാൾമർ സീരീസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫ്രം സെക്കൻഡ് എനർജി ലെവലിൽ നിന്നുള്ള ട്രാൻസിഷനാണ് ബാൾമർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാൾമർ സീരീസിൽ N1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. രണ്ടാമത്തെ എനർജി ലെവലിലേക്കാണ് ഇതിലെ ട്രാൻസിഷൻ എല്ലാം വരുന്നത്. N2 എന്ന് പറയുന്നത് 3, 4, 5, 6 അങ്ങനെ വരാം. അപ്പോൾ ഓരോ റേഡിയേഷനുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. N=3ൽ നിന്ന് N=2ലേക്ക് വരുന്ന ട്രാൻസിഷൻ, അത് കഴിഞ്ഞ് N=4ൽ നിന്നും 2ലേക്ക് വരുന്ന ട്രാൻസിഷൻ, 5ൽ നിന്ന് അങ്ങനെ 7 വരെയുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സീരീസ് എന്ന് പറയുന്നത് പാഷൻ സീരീസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് സീരീസ്, രണ്ടും പറയാം. അപ്പോൾ എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് സീരീസ് എന്നാണ്, പാഷൻ സീരീസ് എന്നും ഇതിനെ പറയും. മൂന്നാമത്തെ ഷെല്ലിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് മൂന്നാമത്തെ എനർജി ലെവലിലായിട്ടുള്ള ട്രാൻസിഷനാണ് പാസ്റ്റ് ടെൻസ് സീരീസ്. അതായത് N1 എന്ന് പറയുന്നത് ഇവിടെ 3 ആയിരിക്കും. എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ എനർജി ലെവലിലേക്കാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഫ്രം തേർഡ് എനർജി ലെവൽ കറസ്പോണ്ട്സ് ടു പാസ്റ്റ് ടെൻസ് സീരീസ്. അപ്പോൾ N1 എന്ന് പറയുന്നത് 3 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 4, 5, 6, 7 അങ്ങനെ വരാം. ആ റേഡിയേഷൻ വരച്ചിട്ടുണ്ട്. 4ൽ നിന്ന് 3ലേക്കുള്ള ട്രാൻസിഷൻ, 5ൽ നിന്ന് 3ലേക്കുള്ള ട്രാൻസിഷൻ. ആ ട്രാൻസിഷനാണ് ആ പച്ച കളറിൽ ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് സീരീസ്, അതായത് ട്രാൻസിഷൻ ഫ്രം ഫോർത്ത് എനർജി ലെവൽ. നാലാമത്തെ എനർജി ലെവലിലേക്കുള്ള ആ ട്രാൻസ്മിഷനാണ് ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റേഡിയേഷനും ഓരോ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനാണ്. അപ്പോൾ ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് ഫോർത്ത് എനർജി ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻ, അതായത് N1 എന്ന് പറയുന്നത് ഇവിടെ 4 ആയിരിക്കും, N2 5, 6, 7, 8 അങ്ങനെ പോകാം. ആ ട്രാൻസിഷനാണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. 5ൽ നിന്നും 4ലേക്ക് വരുന്നു, 6ൽ നിന്നും 4ാമത്തെ എനർജി ലെവലിലേക്ക് വരുന്നു, 7ൽ നിന്നും 4ാമത്തെ എനർജി ലെവലിലേക്ക് വരുന്നു, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു. ഇതിനെ ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയും. ഇനി 5ാമത്തെ സീരീസ് എന്ന് പറയുന്നത് ഫണ്ട് സീരീസ്, PFUND എന്നാണ് എഴുതുന്നത്. അവിടെ P സൈലൻ്റ് ആണ്. അപ്പോൾ ഇത് ഫണ്ട് സീരീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫണ്ട് സീരീസിൻ്റെ പ്രത്യേകത 5ാമത്തെ എനർജി ലെവലുമായിട്ടുള്ള ട്രാൻസിഷൻ ഫ്രം ഫിഫ്ത്ത് എനർജി ലെവൽ, 5ാമത്തെ എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷനെയാണ് ഫണ്ട് സീരീസ് എന്ന് പറയുന്നത്. അതായത് N1 എന്ന് പറയുന്നത് ഇവിടെ 5 ആയിരിക്കും. അതായത് ആ ട്രാൻസിഷൻ നടക്കുന്നത് 5ാമത്തെ എനർജി ലെവലിലേക്കായിരിക്കും. N2 എന്ന് പറയുന്നത് 6, 7, 8 ഇങ്ങനെ ആവാം. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം, അതിനകത്ത് വരുന്ന സീരീസ് ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ ആ ഹൈഡ്രജൻ ആറ്റം എക്സൈറ്റഡ് ആവും, അതായത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടിയ എനർജി, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ കൊടുത്തത്, ആ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത എനർജിയെ അത് കളഞ്ഞാൽ മാത്രമേ അതിനൊരു സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എനർജിയെ കളയാൻ വേണ്ടിയിട്ട് അത് പലതരത്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് ആ അബ്സോർബ്ഡ് ആ എനർജിയെ കളയാൻ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 സീരീസ് ഓഫ് ലൈൻസ് നെയിംഡ് ആഫ്റ്റർ ദെയർ ഡിസ്കവേഴ്സ്. അതിലൊന്നാമത്തത് ലൈമാൻ സീരീസ്, രണ്ടാമത്തത് ബാൾമർ സീരീസ്, മൂന്നാമത്തത് പാഷൻ സീരീസ്, 4ാമത്തത് ബ്രാക്കറ്റ് സീരീസ്, 5ാമത്തത് ഫണ്ട് സീരീസ്. ഇനി ഇത് ഓരോന്നും ഏതൊക്കെ റേസിനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് നോക്കാം. ഒന്നാമത്തെ ലൈമാൻ സീരീസ്.
നമ്മളിപ്പോൾ പറഞ്ഞു N1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒന്നാമത്തെ സീരീസിലേക്കുള്ള ട്രാൻസിഷനാണ് ലൈമാൻ സീരീസ്. ഈ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റേക്ക് തുല്യമാണ്. രണ്ടാമത്തേത് ബാൾമർ സീരീസ്, അതായത് രണ്ടാമത്തെ എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷനാണ് ബാൾമർ സീരീസ്. അപ്പോൾ N1 എന്ന് പറയുന്നത് 2 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 3 4 5 6 ആവും. അത് വിസിബിൾ ലൈറ്റിന് തുല്യമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓൺവേഡിന് ചോദിക്കാം, വിച്ച് ലൈൻ ഇൻ ദി ഹൈഡ്രജൻ സ്പെക്ട്രം കറസ്പോണ്ട്സ് ടു വിസിബിൾ ലൈറ്റ് എന്ന് ചോദിച്ചാൽ അത് ബാൾമർ സീരീസ് ആണ്. ബാൾമർ ലൈൻസ് ആണ് വിസിബിൾ ലൈറ്റിന് തുല്യമായിട്ടുള്ളത്. ഇനി ബാക്കി മൂന്നും പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, ഇത് മൂന്നും ഇൻഫ്രാറെഡ് റേക്ക് തുല്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. ക്വസ്റ്റ്യൻ എഴുതുക. എ 40 വാട്ട് ബൾബ് എമിറ്റ്സ് യെല്ലോ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 580 നാനോമീറ്റർ. കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ബൈ ദി ബൾബ്. നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലമാണ് രണ്ടാമത് ചെയ്തത്. 100 വാട്ട് ബൾബ് എമിറ്റ്സ് റേഡിയേഷൻ എന്ന് പറഞ്ഞ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്, ഇവിടെ വേവ് ലെങ്ത്. അപ്പോൾ കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു സെക്കൻഡ് ലിമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണം അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബൾബിൻ്റെ പവറിനെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല E=hν നമുക്കറിയാം. E=hν ആണ് അതിൻ്റെ ഫോർമുല. പക്ഷേ ഇവിടെ ന്യൂ തന്നിട്ടില്ല. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി തന്നിട്ടില്ല, പകരം തന്നേക്കുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ E=hν എന്നുള്ള ഫോർമുല നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ വരുത്തണം. ന്യൂവിന് പകരം, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം C/λ എന്നാണ് ന്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ ഇവിടെ ഇക്വേഷൻ E=hν എന്നുള്ളതിനെ മാറ്റി E=h × C/λ എന്ന് എഴുതണം. ശ്രദ്ധിക്കുക, E=hν എന്നുള്ളതിൽ ന്യൂ മാറ്റിയിട്ട് C/λ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സി തന്നിട്ടില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ സി 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി ലാംഡ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് 580 നാനോമീറ്റർ. നാനോമീറ്ററിനെ മീറ്ററിലാക്കാൻ നമ്മൾ പഠിച്ചു. 10⁻⁻9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് എനർജി കിട്ടും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എമിഷൻ കണ്ടുപിടിക്കാൻ പവർ, ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ 40 ആണ്. ആ 40യെ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് കിട്ടും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്തു തരിക. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലും ഇതുപോലെ എനർജി കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തതിന് ശേഷം ആൻസർ അയച്ചു തരിക. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ് അറ്റോമിക്, നമ്മളിന്ന് കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല, 2 പ്രോബ്ലമാണ് പഠിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രം പഠിച്ചു, ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചു, അതിലുള്ള റേഡിയേഷൻസ് പഠിച്ചു. ഈ ഫിഗർ നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കുക. ഫിഗറിനെ വരച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം ചോദിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.